ഹായ് എല്ലാവർക്കും നമസ്കാരം. ഓട്സ് നമ്മളുടെയൊക്കെ ലൈഫിൻ്റെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ടല്ലേ. മിക്കവാറും എല്ലാവരുടെ വീട്ടിലും ഓട്സ് വാങ്ങിക്കലും ഉപയോഗിക്കലും ഒക്കെ ഉണ്ട്. ഓട്സിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സും അടങ്ങിയിട്ടുണ്ട്. ഹാർട്ട് ഡിസീസസിൻ്റെ റേറ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനും വെയിറ്റ് ലോസിന് വേണ്ടിയും ഒക്കെ ഓട്സ് ഉപയോഗിക്കാവുന്നതാണല്ലേ. ഈ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം, അധികം ടൈമൊന്നും വേണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യം കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഇത് വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്നവർക്ക് കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ആദ്യം വേണ്ടത് ഒരു പ്രഷർ കുക്കറാണ്. പ്രഷർ കുക്കറിലേക്ക് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽട്ടായി വരുമ്പോൾ ഒരു ബേ ലീവ്സും ഒരു കുഞ്ഞ് 2 പീസ് പട്ടയുടെ പീസും ഒരു ഗ്രാമ്പുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചൂടാവട്ടെ. ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചെറുതായി അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തത്. അതിൻ്റെയും ഒരു പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 കപ്പ് ഒനിയനും 2 പച്ചമുളകും കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് വളരെ കുറച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്, എനിക്കുള്ള അത്ര ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഉള്ളി വഴറ്റിയെടുക്കാം. നെയ്യ് വെയിറ്റ് ലോസിന് ചെയ്യുന്നവർക്ക് വരെ ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണ്. അതിലേക്ക് ഒരു ചെറിയ ടൊമാറ്റോ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് ടൊമാറ്റോയും കൂടി ഇട്ട് കൊടുത്തു. ഇനി അതിനെ ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ആ ടൊമാറ്റോ നന്നായിട്ട് മാഷ് ആവുന്ന രീതിയിൽ വേണം. മാഷായി വരുമ്പോൾ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി, ഒരു പിഞ്ച് കായപ്പൊടി. ഇനി അതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. കരിയാൻ പാടില്ല, 1 മിനിറ്റ് മിക്സ് ചെയ്യാൻ മാത്രമേ ആവശ്യമുള്ളൂ. ഇതാപ്പോൾ ഇത് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെജിറ്റബിൾസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 കപ്പ് ക്യാരറ്റും ബീൻസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/8 കപ്പ് മസൂർ ദാലാണ് ഇട്ട് കൊടുത്തിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുകയാണ്. അധികം നേരം അത് സോക്ക് ചെയ്യുന്നതൊന്നുമില്ല. മസൂർ ദാലിന് പകരം ചെറുപയർ പരിപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി അതിലേക്കൊരു 1/3 കപ്പ് ഓട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വരാം. ഒരു 2 മിനിറ്റോളം അതിനെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിലെല്ലാറ്റിലും മസാല ആവുകയും ചെയ്യും. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഓട്സ് കൊണ്ടുള്ളൊരു കിച്ചടി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഇനി അതിലേക്ക് നല്ലോണം ഡബിൾ വെള്ളമാണ് ഒഴിക്കുന്നത്. ഒരു 2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് കിച്ചടി ആയതുകൊണ്ട് തന്നെ വിട്ട് കിടക്കില്ല. ഇത് കുറച്ച് ലൂസായിട്ടാണ്, അപ്പോൾ കുറച്ച് വെള്ളം കൂടിയാലും പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനില്ലേന്ന് നോക്കി അടച്ച് വെച്ച് ഒരു 2 വിസിൽ വരുത്താം നമുക്ക്. അപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്. പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ആ ഒരു ഓട്സിൻ്റെ വഴുവഴുപ്പൊന്നും അധികം ഫീൽ ചെയ്യില്ല. അത് ഓട്സ് ആയിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. അതിനെ അതാ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സെർവ് ചെയ്യുന്ന ബൗളിലേക്ക് മാറ്റാം. ഇതാ സെർവ് ചെയ്യുന്ന ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയുടെ ഇലയും കൂടി മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബട്ടർ പകരം നെയ്യാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പം അതും കൂടി ഇട്ട് കൊടുത്ത് ഇത് കഴിച്ച് കഴിഞ്ഞാൽ വയറ് നല്ല ഫില്ലിംഗ് ആയിട്ട് തോന്നുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഓവർ ഫില്ലിംഗ് ആയ പോലെയില്ല. എനിക്ക് നല്ല ഇഷ്ടമായി ഇത്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യൂ. നിങ്ങൾക്കെല്ലാവർക്കും യൂസ്ഫുള്ളായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. ബൈ.